Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ ഡെയിലി MCQs ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനേക്കാൾ മുമ്പ് നല്ലൊരു സ്റ്റഡി പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഇപ്പോഴും പല കുട്ടികളും പഠനം ആരംഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണ്, ഇനി 50-52 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള ഈ ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കുമോ? ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും എങ്ങനെ ഈ ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ട്? ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് 50 ഡേയ്സിനുള്ളിൽ ഇത് പുഷ്പം പോലെ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. കാരണം നമ്മൾ സിലബസ് വൈസ് എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രോപ്പറായിട്ട് വേണ്ട ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് പോകുന്ന ഒരു സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത്. അതിനെയാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി എന്ന് പറയാം. അതുമാത്രമല്ല, സിലബസ് ബേസ് പ്രോപ്പർ ആയിട്ടുള്ള MCQ ഡിസ്കഷൻ, അത് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. അത് നമ്മൾ ബിഗിനിങ് മുതൽ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുള്ള 50 ഡേയ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ ഈ സിലബസ് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും, ഇതാണ് നമ്മൾ പറയുന്നത്. സോ നമ്മുടെ ബാച്ചിൽ നമുക്ക് ടോട്ടലി 10 മൊഡ്യൂളുള്ളതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മൊഡ്യൂൾസ് ഒക്കെ ഒരുവിധം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിന് MCQസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ആപ്പിലൂടെ ഇതിൻ്റെയൊക്കെ റെക്കോർഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദെൻ ക്ലാസ് കേട്ട് ഡൗട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. അത് ഒരുപാട് വലിച്ചു വാരിയിട്ടൊന്നുമല്ല, കറക്റ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ് എടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇപ്പം ടച്ചൊക്കെ വിട്ടുപോയിട്ടുള്ള ആൾക്കാർക്കും പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും, അതും കുറച്ച് സമയം കൊണ്ട്. സോ ഓഡിറ്റിംഗ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു 2-2.5 hours ഉള്ളിൽ ഈ മൊഡ്യൂൾ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ MCQ പ്രാക്ടീസിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു 2 സെഷൻ കൊണ്ട്. അപ്പോൾ അങ്ങനെ ഓഡിറ്റിങ്, ദെൻ അതുപോലെ തന്നെ മാർക്കറ്റിങ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ മൊഡ്യൂളിൽ നിന്നും ഈക്വൽ 10 ചോദ്യങ്ങൾ വീതമാണ്. അപ്പോൾ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ മാർക്കറ്റിങ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനിഷ്ഡ് ആണ്. ദെൻ നെക്സ്റ്റ് കമ്പനി ലോ ഫിനിഷ്ഡ് ആണ്. അതിൽ എന്തോ ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ്. എക്കണോമിക്സിൽ ജസ്റ്റ് ഒറ്റ സെഷൻ കൂടിയാണ് വേണ്ടത്. ദെൻ മാനേജ്മെൻറ്റിൽ നമുക്കൊരു സെഷൻ കൂടിയും പെൻഡിങ് എടുക്കുന്നുണ്ട്. ഒറ്റ സെഷൻ കേട്ടോ മാനേജ്മെൻറ്റിൽ പെൻഡിങ് ഉള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനാണെങ്കിലും ഒരു 2 സെഷൻ കൂടിയാണ് നമുക്കിനി പെൻഡിങ് അതിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, 1, 2, 3, 4, 5, അതുപോലെ തന്നെ 6, 7, ഈ 7 മൊഡ്യൂൾസും നമ്മൾ പ്രോപ്പർ സിലബസ് ബേസ്ഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ചില മൊഡ്യൂൾസിൽ മാത്രമാണ് ഇനി 1-2 സെഷൻസ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ നിങ്ങളിതിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 7 മൊഡ്യൂൾസ് നിങ്ങളിപ്പോൾ പഠിച്ച് തുടങ്ങുന്ന ഒരു കുട്ടിക്കാണെങ്കിലും ഈ 7 മൊഡ്യൂൾസ് ഇനി വരുന്ന ഒരു 15 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15 ദിവസം മതി. കാരണം നമ്മൾ ക്ലാസ്സസ് ആ രീതിയിലാണ് കവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത അത്. സോ നമ്മുടെ ക്ലാസ് കേട്ട് നിങ്ങൾ ഈ 7 മൊഡ്യൂൾസ് പഠിക്കുകയാണെങ്കിൽ 15 ഡേയ്സ് ദാറ്റ്സ് ആക്ച്വലി ഇനഫ്. 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് ഒക്കെ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും.
ദെൻ ബാലൻസ് ഉള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ടാക്സ്, അക്കൗണ്ടിങ്, അതാണ് ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഈ മാർച്ച് എൻഡിൽ ഫിനിഷ് ചെയ്യും. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളുടെ തലയിലേക്ക് ആവശ്യമില്ലാണ്ട് കുറേ അങ്ങോട്ട് വലിച്ച് കയറ്റി കൊടുക്കില്ല. ആവശ്യമുള്ളത് പ്രോപ്പറായിട്ട് കൊടുക്കുള്ളൂ. ഇത്രയാണ് ശരിക്കും ആവശ്യമുള്ളൂ. അപ്പോൾ ബാലൻസ് 3 മൊഡ്യൂൾ നമ്മൾ മാർച്ച് എൻഡിൽ നമ്മൾ ഫിനിഷ് ചെയ്യും. ഒരു 20 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഈ 3 മൊഡ്യൂൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ദെൻ ടാക്സ്. അപ്പോൾ 15 ഡേയ്സ് കൊണ്ട് നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നൊരു കുട്ടിക്ക് ഈ 7 മൊഡ്യൂൾസും ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകതയാണ്. പ്ലസ് 20 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിങ്, ടാക്സ്, അതുപോലെ തന്നെ FM അതും ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 35 ദിവസം കൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഒരു കുട്ടിക്ക് ഈ എൻറ്റയർ സിലബസ് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാലൻസ് 15 ഡേയ്സ്, 10 മുതൽ 15 ദിവസം വരെ, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഡോണ്ട് വറി, നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോ, നമ്മുടെ കൂടെ കൂടിക്കോ, പുഷ്പം പോലെ ഈ പറയുന്ന സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല 1 വേർഡ് ക്വസ്റ്റ്യൻസ് 100 ചോദ്യങ്ങളിൽ എക്സാമിന് ഒരു 30 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അത് പിന്നെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഇനിയുള്ള 50 ഡേയ്സ് കൊണ്ട് എങ്ങനെ ഇത് കവർ ചെയ്യാൻ സാധിക്കും, 10 മൊഡ്യൂളില്ല എന്നുള്ളത്. അതൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഡെയിലി MCQs എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ ഏകദേശം ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒരു 100 ചോദ്യം ഉണ്ട്. ദെൻ MCQs ഏകദേശം ഒരു 34 സെഷൻ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 160 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 200-260 MCQs നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പഠിച്ച് മെയിൻ ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.